ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 7ന്റെ റിവ്യൂ ആണ്. ഇതാണ് രേണുസുതി. എനിക്ക് ഈ രേണുസുതി എത്ര അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളിൽ പല ആളുകളും ഈ സീസണൊക്കെ തുടങ്ങിയ സമയത്ത് രേണുസുതി വരുന്നതിൻ്റെ ആകാംക്ഷ അതേപോലെ തന്നെ പ്രതീക്ഷയൊക്കെ പ്രകടിപ്പിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇവർ വന്നിട്ട് ഇപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പല ആളുകളും പറഞ്ഞു ഇവർ കണ്ടന്റ് കിങ് ആണ്, ക്യൂൻ ആണ്, മികച്ച കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ അട്ടപടൽ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്യാമറയ്ക്ക് കണ്ണിന് കിട്ടാതിരുന്ന രേണുസുതി ഒറ്റയടിക്ക് വീക്കെൻഡ് എപ്പിസോഡിലെ മെയിൻ സംസാര വിഷയമായിട്ട് മാറുന്നു. കണ്ടന്റ് അകത്തുണ്ടാക്കിയില്ലെങ്കിൽ പുറത്തുണ്ടാക്കാൻ കഴിവുള്ള ആളാണ് രേണുസുതി എന്ന് എനിക്ക് മനസ്സിലായി. ഞെട്ടിച്ച് കളഞ്ഞു. കണ്ടന്റ് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയാണ്. എന്തൊരു പ്ലാനിങ് ആണ് സീസണിൽ. ഈ സീസണുകളിലൊന്നും ഇത്ര മികച്ച ദീർഘദർശിയായിട്ടുള്ളൊരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഫസ്റ്റ് വീക്കിൽ തന്നെ എലിമിനേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വോട്ടുകൾ വേണം എന്നൊക്കെ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 100 ദിവസത്തെ പരിപാടിക്ക് നേരത്തെ തന്നെ സാധനം റെഡിയാണ്. അതാണ് ഈ ആളുകൾ വിശേഷിപ്പിക്കുന്ന രേണുസുതി. എന്താണെന്ന് പറഞ്ഞാലും പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട സംസാര വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. ഇനി വീക്കെൻഡ് എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിനകത്ത് കാര്യമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ചോദിക്കാതിരിക്കുന്നത്? അനീഷ് എന്ന് പറയുന്ന ഈ ആഴ്ച ക്യാപ്റ്റനായിരുന്ന, മികച്ച സ്ട്രെസ് പ്രഷർ ആളുകൾക്ക് കൊടുത്തിരുന്ന ആ ഒരു വ്യക്തി അനുമോളെ കുറിച്ചിട്ട് ഉന്നയിച്ച ആരോപണം അത് ഇത്തിരി മോശം തന്നെയായിരുന്നു. പുറത്തെ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ അനുമോളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടായില്ല, അതിനെ ആവർത്തിക്കരുത് എന്നുള്ളതിൻ്റെ വാണിംഗ് കൊടുത്തില്ല. നാളെ ചിലപ്പോൾ അത് ചോദിക്കുമായിരിക്കും. അതേപോലെ തന്നെ ബിൻസി വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് നവിനോട് സംസാരിച്ചത്. അതിനെക്കുറിച്ചിട്ട് ചോദിച്ചിട്ടില്ല. ഇനി നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒനിലിൻ്റെയും റെന ഫാത്തിമയുടെയും വഴക്കിനെ കുറിച്ചിട്ട് വരെ ചോദിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ഞാൻ കേട്ടില്ല എപ്പിസോഡിൽ. ഇനി ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ലൈവ് കൃത്യമായിട്ട് കണ്ടതാണ്, അത് കേട്ടില്ല. ഇനി എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ അവസാനമായി ചെയ്ത് അവസാനിപ്പിക്കേണ്ടിയിരുന്നത് ആ ഒരു ജയിലിൽ നിന്ന് അവരെ പുറത്തേക്ക് ആക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും കൂടെ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ പരിപാടി ഒരാഴ്ചത്തേത് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ കാണാത്ത രീതിയിലേക്ക് എന്താണ് ബിഗ് ബോസ്, എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തിനൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ക്യാപ്റ്റൻ വിജയിച്ചു. ശരിക്കും മുന്നേയൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ആഴ്ച ഭയങ്കര രസമാണ്, ഇനി മുന്നോട്ട് ഇങ്ങനെയായിരിക്കും, ചില അമിതാവേശക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു അമിതാവേശക്കാരെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുന്നു, തമാശകൾ പറയുന്നു, വീട്ടുവിശേഷങ്ങൾ പറയുന്നു. ഇനി എന്നും നമുക്ക് സുഖമാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാറുണ്ടായിരുന്നു. ചില ഗ്യാങ് ഒക്കെ പെട്ടെന്ന് ഫോം ആവുന്നു. എന്നാൽ അനീഷ് ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ ഈ ഗെയിം അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിൽ മുന്നോട്ടേക്ക് പോയി. ആർക്കും അങ്ങനെ ഒരു ഗ്യാങ് ഫോർമേഷനുള്ള സമയമൊന്നും കിട്ടിയില്ല. കൂടുതൽ ആളുകൾ അനീഷിൻ്റെ പുറകെ നടന്നു, എന്നാൽ അനീഷ് ആരുടെ കൂടെ നടന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്റ്റൻസി ആയിട്ടാണ് ഞാൻ അനീഷിൻ്റെ ക്യാപ്റ്റൻസിയെ കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ പെട്ട് കിടക്കുകയായിരുന്നു കണ്ടസ്റ്റൻസ്. അവർക്ക് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയില്ല, മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതിലേറ്റവും കഷ്ടം സ്ത്രീകളുടെ ഒരവസ്ഥയായിരുന്നു. അതേപോലെ നെവിനാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ആ ഒരു കഷ്ടതകളൊക്കെ പ്രകടിപ്പിച്ച ഒരു വ്യക്തി. അപ്പോൾ സ്ത്രീകളിൽ പല ആളുകളും അവരുടെ ആ ഒരു മേക്കപ്പ് ഉപയോഗിക്കാത്തതിൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പലതവണയായിട്ട് കാണിക്കുകയുണ്ടായി. ഈ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന ഡി അഡിക്ഷന് വിധേയരാക്കപ്പെട്ട ആൾക്കാരെ പോലെയായിരുന്നു സ്ത്രീകളിൽ പല ആളുകളും പെരുമാറിക്കൊണ്ടിരുന്നത്. ചില ആളുകൾ ഈ ഡ്രഗ്സൊക്കെ അവർ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ ലിപ്സ്റ്റിക് ഒളിപ്പിച്ച് വെക്കുന്നു, പെട്ടെന്ന് അതെടുത്തിട്ട് മുഖത്തൊക്കെ തേക്കുന്നു. വല്ലാത്ത ഒരു വൈബിലൂടെയായിരുന്നു പല ആളുകളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വീക്ക് ഡേയ്സിന് ശേഷം വീക്കെൻഡിൽ അവർക്ക് അണിഞ്ഞൊരുങ്ങാനായിട്ടുള്ള സൗകര്യങ്ങൾ വരികയാണ്. മുന്നേയൊക്കെ എല്ലാ ദിവസവും അണിഞ്ഞൊരുങ്ങുന്നത് കൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ചിലപ്പോൾ പാളിപ്പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെയായിരുന്നു ഡ്രസ്സൊക്കെ ചെയ്ത് നിന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട് ആരാധിച്ചിരുന്ന, നമ്മൾ കണ്ട് ആവേശം കൊണ്ടിരുന്ന ലാലേട്ടൻ്റെ ആ ഒരു പഴയ ലുക്കിലേക്കൊക്കെ അദ്ദേഹം ഈ കാലത്ത് ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അദ്ദേഹം ആ ഒരു പഴയ ലുക്കിലേക്ക് വരുന്നു.
മീശയൊക്കെ പിരിച്ചിട്ടുള്ള ലാലേട്ടൻ അതേ ഗാംഭീര്യത്തോടെ തന്നെ വന്നിട്ടാണ് എപ്പിസോഡ് പ്രസൻറ്റ് ചെയ്യുന്നത്. പണിപ്പുര ടാസ്കിനെ കുറിച്ചിട്ടായിരുന്നു. പണിപ്പുര എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത്. അതേപോലെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, പണിപ്പുരയാണ് സീസണിൻ്റെ സോൾ, ആത്മാവ് എന്ന് പറയുന്നത് പണിപ്പുരയാണ്. അതിൽ കൂടെ വരുന്ന പണികൾ, 8 പണികൾ കണ്ടസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പണിപ്പുരയിലൂടെയാണ് ഈ തവണ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പോലുള്ള സാധനങ്ങൾ കരസ്ഥമാക്കേണ്ടത്. ഭക്ഷണം, വസ്ത്രം, പേഴ്സണൽ ബിലോങ്ങിങ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലൂടെ കരസ്ഥമാക്കേണ്ടതുകൊണ്ട് ഈ പണിപ്പുര ടാസ്കിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അക്ബറാണ് പണിപ്പുരയിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കാനായിട്ട് പോയി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഓടിപ്പോയി സാധനങ്ങൾ എന്തൊക്കെയോ വാരിക്കൊണ്ട് വന്ന് മൊത്തത്തിൽ ഈ പ്ലാനിങ് കുളമായി പോയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. പണിപ്പുര ടാസ്കിൽ ഇടപെടാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇതിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ടായിരുന്നു. അതൃപ്തികൾ പ്രകടിപ്പിച്ച, വയ്യാതിരുന്ന, കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരുന്ന ആൾക്കാരെയൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയുണ്ടായി. ബിൻസി, ശൈത്യ, കലാഭവൻ സരിക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നത്, ഗെയിമിൽ ആ ഒരു സ്പിരിറ്റ് വേണ്ടേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു. അതേപോലെ തന്നെ ആദില ആൻഡ് നൂറ ഈ ഒരു പ്ലാനിങ്ങിലൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. സരികയോട് കാര്യങ്ങൾ സംസാരിച്ചു. സരികയോട് ചോദിച്ചപ്പോൾ സരിക പറഞ്ഞ ഒരു പോയിന്റ്, ഓക്കെ, അത് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ആദില ആൻഡ് നൂറ 2 ആളുകളുണ്ടല്ലോ, അവർ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും 2 പേരുടെയും ഒരു ഫിസിക്കൽ എബിലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് അവർ പൊയ്ക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറയുന്നു. ഈ ശാരിക, മറ്റു ശാരിക, ഇൻ്റർവ്യൂ ഹോട്ട് സീറ്റ് ശാരികയ്ക്കാണെങ്കിൽ നോമിനേഷനിൽ വന്നതുകൊണ്ടാണ് പോകാനായിട്ട് പറ്റാഞ്ഞത്. അല്ലെങ്കിൽ പണിപ്പുര ടാസ്കിലൊക്കെ പോകാനായിട്ട് വലിയ താല്പര്യമായിരുന്നുണ്ടായിരുന്നത്. ശാരികയുടെ താല്പര്യങ്ങൾ, ഗെയിമിലുള്ള താല്പര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശാരികയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഈ ഒരാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത്തിരി സ്ട്രഗ്ലിംഗ് ആണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ശാരികയെ കണ്ടം വഴി തൂക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ. ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, കാരണം ആർക്കും എടുത്തടിച്ച് വിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ തൂക്കും. അത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതിനിടയിൽ നവിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ലാലേട്ടൻ വെറുതെ ചോദിച്ചതാണ്, ഒരു ഷോയിൽ പുള്ളി അങ്ങനെയുള്ള നമ്പരൊക്കെ ഇറക്കുമല്ലോ. താല്പര്യമില്ല എന്ന് ഇനിയും പറയുന്ന ആൾക്കാരുണ്ടോ? താല്പര്യമില്ല എന്ന് ഇനിയും പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു സമ്മാനമുണ്ട്. നെവിനോടെ സ്കോർ ചെയ്യാനായിട്ട് നോക്കി, സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഇപ്പോഴത്തേന് സമ്മാനം കിട്ടി. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നെവിന് പേഴ്സണൽ സാധനങ്ങളോ ഡ്രസ്സുകളോ ഒന്നും ഇനി മുതൽ കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയല്ലേ ആ ഒരു സമ്മാനം കൊടുത്തത്. എഴുതി വെച്ചപ്പോൾ ഒരു ലൈൻ മിസ്സായിപ്പോയി. അതിനുശേഷം ബാക്കിയുള്ള ആളുകൾക്കായി ഒരു സൂപ്പർ സമ്മാനം സ്റ്റോർ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു റവയുടെ ബൗളായിരുന്നു. കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നേ ഉള്ള സീസണിലുമൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ റൂമിൽ പോയി എടുത്തുകൊണ്ട് വന്നിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഒന്നുമില്ല. അവർ ആദ്യ ആഴ്ചയല്ലേ, വന്നതല്ലേ ഉള്ളൂ, എന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ രുചിയായിട്ട് കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു കൺസിഡറേഷനും ഇല്ല. എല്ലാത്തിലും ഒരു പണിയാണ്. വലിയ ആശകൾ കൊടുക്കുന്നു, എന്നിട്ട് 8ൻ്റെ പണി കൊടുക്കുന്നു. ആന കൊടുത്താൽ ആശ കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തിനൊന്നും ഒരു വാല്യൂ പോലും ഒരു വില കൽപ്പിക്കുന്നില്ല. ഇതിനുശേഷം ഹൗസിൽ പെർഫോം ചെയ്യാത്ത ആളുകളെ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നൈസായിട്ട് പൊക്കുന്നുണ്ട്. അതിൽ കിച്ചൺ ടീമിനെ ആദ്യം തന്നെ എടുത്തു. അതിൽ ഒനിലുണ്ട്, അതേപോലെ തന്നെ രഞ്ജിത്തുണ്ട്, കലാഭവൻ സരികയുണ്ട്. അപ്പോൾ അടുക്കളക്കാരുടെ ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ അടുക്കളയിൽ പെട്ടുപോയതുകൊണ്ടാണ്, ഞങ്ങളിങ്ങനെ അടുക്കളയിൽ പുകഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത്, ഒന്നിലും ഇടപെടാൻ പറ്റാത്തത്. രഞ്ജിത്താണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു വഴക്കിന് പോകുന്ന സമയത്തായിരിക്കും ദോശ കരിഞ്ഞു പോകുന്നത്, അപ്പോൾ മറിച്ചിടേണ്ടതുണ്ട്, വെള്ളം തിളയ്ക്കുന്നത്, അരി ഇടേണ്ടതുണ്ട്, പ്രാരാബ്ദങ്ങളൊക്കെ രഞ്ജിത്ത് കൃത്യമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ഒന്നിൽ പറഞ്ഞു കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ മര്യാദയ്ക്ക് കളിക്കാം. അപ്പോൾ ആ ഒരു മര്യാദ എന്നുള്ള വീടിൽ പിടിച്ചിട്ടായിരുന്നു ലാലേട്ടൻ്റെ പിന്നീടുള്ള ചില ചോദ്യങ്ങൾ. ഈ റെനയും ഒനിലുമായിട്ടുള്ള ആ ഒരു വഴക്ക് അവിടെ ഒരു ചർച്ചയായി. അതിന് വലിയ വാല്യൂ ഒന്നും കിട്ടിയില്ല, വെറുതെ മെൻഷൻ ചെയ്ത് പോയി എന്നുള്ളതേ ഉള്ളൂ. അടുക്കളയുടെ പവിത്രതയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിൻസി, ശൈത്യ, അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ ഒരു അടിയുടെ ഇടയിലേക്ക്, ആ ഒരു അടുക്കളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കൊക്കെ ഇടുന്നുണ്ട്. റെനയുടെ വഴക്കിൻ്റെയൊക്കെ റീസൺ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളി തൊലിക്കുന്ന കേസാണ്. ഇപ്പോൾ ആലു പൊറോത്തക്കകത്ത് ഉള്ളി ഇടണമെന്ന് റെന പറയുന്നു, ഇടില്ല എന്ന് ഒന്നിൽ പറയുന്നു, ഗിസേൽ അത് ഇടുന്നു. അപ്പോൾ അതൊക്കെ പോലത്തെ പ്രശ്നങ്ങൾ. ഇതൊന്നും നോർമൽ പ്രേക്ഷകന് രസമുള്ളൊരു സംഗതിയല്ല എന്നുള്ളത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. അതിനുശേഷം പാവം അപ്പാവി ശരത്തിനെ പിടിച്ചു. അപ്പാനിയുടെ അയൽക്കൂട്ടം പരിപാടികൾ, പ്ലാനിങ് പരിപാടികൾ, അതൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു.
അപ്പാനിയും അക്ബറും കൂടെ വലിയ പ്ലാനിങ് ആണ്. അക്ബർ പ്ലാനിങ് അല്ല, അക്ബർ കറക്റ്റായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പാനി പ്ലാനിങ് മാത്രമാണ്. അപ്പാനി ഇങ്ങനെ പ്ലാനിങ്ങായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്തായിരിക്കും അനീഷ് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതിലെങ്കിലുമൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അപ്പാനി ആ ഒരു പ്ലാനൊക്കെ വിട്ടിട്ട് അനീഷിനെ രണ്ടെണ്ണം നിർത്തടാ, നീ മിണ്ടായിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് അനീഷിൻ്റെ പുറകെ പോകുമ്പോഴത്തേന് അപ്പാനിയുടെ ഗെയിമൊക്കെ അവിടെ അങ്ങ് തീരും. ഇന്നലെ അങ്ങനെ അടിച്ച് വിട്ട് പോയ സമയത്താണ് ജയിലിലേക്ക് പോകേണ്ടി വന്നത്. ചപ്പാത്തി വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും വരെ പരത്തി അടുക്കേണ്ടി വന്നു അപ്പാനിക്ക്. അപ്പാനി ഈ ഒരു ഗെയിം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പാനി കരഞ്ഞുകൊണ്ട് എവിക്റ്റായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അധികം ദിനങ്ങളില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അപ്പാനി ഭയങ്കര ആത്മാർത്ഥതയോടെയൊക്കെയാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആങ്കർ ഇഷ്യൂസൊക്കെയാണ് ചില കാര്യങ്ങളിൽ. പിന്നെ ഭയങ്കര ഈഗോ പ്രശ്നങ്ങളും. നീ ആർട്ടിസ്റ്റുകളെ പറയുന്നോടാ, നിനക്ക് ആർട്ടിസ്റ്റിനെ വിലയില്ലയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ബോറത്തരമാണ് ചില സമയങ്ങളിൽ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. അനുമോളാണ് ഈ ഗ്യാങ് പൊളിച്ച സമയത്ത് കൂടുതലായി കൈയടിച്ചത്. എന്നാൽ അപ്പാനിക്ക് അനുമോളോടൊരു കൺസിഡറേഷനൊക്കെ ഉള്ളതാണ്. ആർട്ടിസ്റ്റാണല്ലോ അനുമോൾ, ടെലിവിഷൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അപ്പാനി അനുമോളെ കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ അനുമോൾ ഈ ഒരു ഗ്യാങ്ങിൻ്റെ പേരിൽ കൈയടിച്ചത് അപ്പാനിക്ക് തീരെ ഇഷ്ടമായില്ല. എന്നാൽ അനുമോൾ അത് തുറന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ ഒരു ഗ്യാങ് ഫോം ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ അങ്ങനെ ഒരു ഗ്യാങ് ഫോം ചെയ്യാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഞങ്ങളിതിൽ കൂടിയില്ല. അപ്പോൾ എനിക്കത് ആരാണ് എന്നുള്ളത് അറിയണം. അത് ആരാണ് എന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിനൊരു വേദി കിട്ടിയില്ല. ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിലെ ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. റൈസിംഗ് സ്റ്റാർ ബാൻഡ്. ആ ഒരു ബാൻഡ് ആദ്യം നമ്മൾ കണ്ടു എന്നുണ്ടെങ്കിലും പിന്നീട് ദിവസങ്ങളിൽ ഈ ബാൻഡിനെ ചൊല്ലിയുള്ള വഴക്കുകളോ ബാൻഡ് അടിക്കാനായിട്ടുള്ള ശ്രമങ്ങളോ ഒന്നും നമ്മൾ കാര്യമായി കണ്ടില്ല. ഒതുക്കത്തിൽ കിട്ടിയപ്പോൾ ചില ആളുകൾ എടുത്തു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നെവിൻ മാത്രമാണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ചില കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ നെവിനെ ആദരിക്കുന്ന ചടങ്ങൊക്കെ ഇന്ന് പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നു. അപ്പോൾ ബാൻഡ് പോയ ആ ഒരു വഴിയെക്കുറിച്ചിട്ട് ഒരു ഫ്ലോ ചാർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാലേട്ടനോട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ബിന്നുവിൻ്റെ കയ്യിൽ നിന്ന് അനുമോളിലേക്ക് പോയി. പെട്ടെന്ന് വന്ന ഉടനെ അടിയുണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് അനുമോൾ അത് വിട്ടുകൊടുത്തു. അത് ആദില നൂറയുടെ കയ്യിൽ പോയി, പിന്നീട് ഗിസേലിൻ്റെ കയ്യിൽ പോയി, നവിൻ്റെ കയ്യിൽ പോയി, ഷാനവാസിൻ്റേത് ഒനിലിൻ്റെ കയ്യിൽ പോയി, അക്ബറിൻ്റെ കയ്യിൽ പോയി. പിന്നെ ആദില നൂറയുടെ പേര് പറയുന്നുണ്ട്. വൈ ഷാനവാസ്, എന്തിനാണ് നിങ്ങൾ ആ ഒരു ബാൻഡ് കൊടുത്തത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞ് 2 സൈഡിൽ നിന്നുള്ള അറ്റാക്കായിരുന്നു, അതുകൊണ്ടാണ് ബാൻഡ് വന്നപ്പോഴേ കൊടുത്തത്. ഈ വന്ന സമയത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു അലമ്പുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചില ആളുകളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച കൊണ്ട് മാറും എന്ന് വിചാരിക്കുകയാണ്. ആര്യൻ മാത്രമാണ് ആ ഒരു ബാൻഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ സീരിയസ് ആയിട്ട് ആ ഒരു ബാൻഡ് സൂക്ഷിച്ചു വെച്ചത്. ആ ഒരു ബാൻഡ് നഷ്ടപ്പെട്ട സാഹചര്യത്തിലൊക്കെ ആര്യൻ കാണിക്കുന്ന അങ്കലാപ്പും ആദിയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അടിച്ചുകൊണ്ട് പോയതിന് ആര്യൻ അത് കൊടുക്കാൻ തന്നെ തോന്നും. അതിൽ നവിന് മാനസാന്തരം വന്നു എന്നൊന്നും നമുക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. കാരണം അത്രയധികം ആര്യൻ എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ വേദനിക്കുന്നത് പ്രേക്ഷകന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നിട്ടും നെവിൻ അത് തുറന്ന് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും പ്രേക്ഷകരുടെ അടുത്തൊരു നെഗറ്റീവ് തന്നെ ആയേനെ. അതിനുശേഷം ഗിസേൽ അദ്ദേഹത്തിൻ്റെ ബാൻഡ് എങ്ങനെയാണ് പോയത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവിടെ പ്രധാനപ്പെട്ട ചോദ്യം വരികയാണ്. ശരിക്കും ചോദിക്കേണ്ടത് തന്നെയായിരുന്നു, ഈ ബാൻഡ് കയ്യിൽ നിന്ന് പോയിട്ടും ഗിസേൽ തൻ്റെ പേഴ്സണൽ സാധനങ്ങളൊന്നും ബിഗ് ബോസിനെ തിരിച്ചേൽപ്പിച്ചില്ല. ഓരോന്നായിട്ട് പലതവണ ചോദിക്കുന്ന സമയത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ കൺസീലർ കൊടുത്തില്ല, അത് കയ്യിലിരിപ്പുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടയ്ക്ക് കൊടുത്തു, എന്നാൽ ടിഷ്യൂ പേപ്പറിലെങ്ങാണ്ട് അത് തൂത്ത് വെച്ചിട്ട് അത് തേക്കുന്നു. അത്രയധികം വിഡ്രോവൽ സിംറ്റംസ് ആയിരുന്നു അവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ലാലേട്ടൻ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ പവറിലൊക്കെ ചോദിക്കായിരുന്നു. ഏതായാലും ഗിസേലിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു പണിഷ്മെൻറ്റ് കിട്ടി. ഗിസേലിൻ്റെ പെട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അത് പെർമനൻ്റ് ആയിട്ടാണോ അതോ ഇനിയിപ്പോൾ നാളെ ഒരു സന്തോഷമല്ലേ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് പെട്ടി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അറിയില്ല. ഇതിനുശേഷമാണ് അവിടെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ലാലേട്ടൻ കാണുന്നത്. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ വഴി എന്നുള്ളതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തി ആളുകളെ പറഞ്ഞു വിടേണ്ടതുണ്ട്. ഈ ഇടിച്ച് കൂടി തിങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം പ്രേക്ഷകർക്കും ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കേണ്ടതായിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യം ചോദിക്കുന്നത്. ആ ഒരു പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിലെ പെർഫോമൻസ് എന്തൊരു ഗെയിമായിരുന്നു. പുറത്താക്കാം, 4 ആളുകളുണ്ട്, അതിൽ ഉറങ്ങുന്ന ആൾ പുറത്താക്കാനായിട്ടുള്ള അവസരം എല്ലാ ആളുകൾക്കും ഉണ്ട്, ഇൻക്ലൂഡിങ് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക്. ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അത്ര നല്ലതാണ്, ഭയങ്കര രസമാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ അങ്ങനെ ഒരു പെർഫോമൻസ് നടത്തുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിരുന്നും കൂട്ടുകൂടിയും ഉറക്കത്തിന് കാവലിരുന്നും ഒക്കെ
ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയല്ലല്ലോ ഇത്. അതിനിടയ്ക്ക് ഷാനവാസ് നല്ല രീതിക്ക് ഉറങ്ങി, ശൈത്യ ഉറങ്ങി, ബിൻസി ഉറങ്ങി, എല്ലാവരും നല്ലതായിട്ട് ഉറങ്ങി. ശൈത്യയൊക്കെ ശരിക്കും ആ ഒരു റെഡ് സോണിൻ്റെ അറ്റത്തുനിന്ന് പോയി രക്ഷപ്പെട്ട് വന്ന ആളാണ്. ഇത് ഉറങ്ങാനുള്ള ഒരു ടാസ്ക് അല്ല എന്നുള്ളത് ലാലേട്ടൻ കൃത്യമായിട്ട് തന്നെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഓരോ ആളുകൾ അവരുടെ ന്യായീകരണങ്ങൾ പറയുകയാണ്. ഷാനവാസ് പറഞ്ഞത്, ഷാനവാസിൻ്റെ പോയിന്റ് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ കേട്ടോ, പല രീതിയിൽ നമുക്ക് ഗെയിമിനെ നോക്കി കാണാമല്ലോ. ഫൈറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഒരാളെ പുറത്താക്കാനായിട്ടുള്ള എന്തെങ്കിലും ഗെയിം കളിക്കാം, ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഗെയിമും സഹകരിച്ച് പോകാനായിട്ടുള്ള ഗെയിമും കളിക്കാമല്ലോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് പുള്ളി ഇതിനെ പ്രസൻറ്റ് ചെയ്തത്. കുഴപ്പമില്ല, ഫസ്റ്റ് വീക്കിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അത് പറയാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കും എന്ന് തോന്നുന്നില്ല, അല്ലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല. ഷാനവാസിന് ഉറക്കം പ്രശ്നമാണ്, അദ്ദേഹത്തിന് എന്തോ മെഡിക്കൽ കണ്ടീഷനുണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നു. എന്നാൽ പിന്നീട് ഷാനവാസിന് അത് പ്രശ്നമില്ല എന്ന് ഷാനവാസ് പറയുന്നു. ഈ മെഡിസിനൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം ഉറങ്ങുന്നത് എന്നൊക്കെ കണ്ടസ്റ്റൻസ് പറയുന്നു. എന്നിട്ട് ഷാനവാസ് പറയുന്നു താൻ അഭിനയിച്ചതാണ് എന്നുള്ളത്. ഏതായാലും വീട്ടിൽ നിന്നൊക്കെ ഷാനവാസിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല അതിനെക്കുറിച്ചിട്ട്. വീട്ടുകാർ ചിലപ്പോൾ ഷാനവാസിന് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയധികം ടെൻസ്ഡ് ആയിട്ടുണ്ടാവും. ഇതിന് ശേഷം വീക്കിലി ടാസ്കിൻ്റെ ഒരു അനാലിസിസ് പോലെ ആണ് തുടങ്ങിയത്. പക്ഷേ അത് അക്ബറിനുള്ള ഒരു പണിയായിരുന്നു. പണി എന്നുള്ളതല്ല, പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, കൃത്യമായിട്ട് ശകാരിക്കേണ്ട ചില കാര്യങ്ങൾ. അക്ബർ ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ഈ ഇരട്ടപ്പേരിടുന്നതിൻ്റെ കൂടെ പറയാൻ കൊള്ളത്തില്ലാത്ത ഒരാളെ അധിക്ഷേപിക്കുന്നതിന് അങ്ങേയറ്റമായിട്ടുള്ള ഒരു പേരിട്ട് കൊടുക്കുന്നു രേണു സുധിക്ക്, സെപ്റ്റി ടാങ്ക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ കൃത്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ പറയുന്നു. രേണു ആണെങ്കിൽ അപ്പോൾ എഴുന്നേറ്റ് അദ്ദേഹത്തിന് തോന്നിയ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങ് ഇല്ലാണ്ടായിപ്പോയി, ചമ്മിപ്പോയി എന്നൊക്കെ അദ്ദേഹം അന്ന് തൊട്ട് അത് പറയുന്നതാണ്. അത് ആരാണെങ്കിലും വളരെ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പേരാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ തമാശ രൂപേണ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നു. അപ്പോൾ അവിടെ ഏറ്റവും മോശമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള ഒരു പേര് ഇട്ട് നൽകപ്പെടുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ അപമാനിതയാവും. അത് സ്വാഭാവികമാണ്. അനീഷ് പിന്നെ അനീഷിനറിയാം ഇത്ര കിട്ടത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ രേണു ഒന്നും ചെയ്യാതെ ആർക്കും ഉപദ്രവമില്ലാതെ ഒളിച്ചിരിക്കുന്ന ഒരാളാകുമ്പോഴത്തേന് എന്തടിസ്ഥാനത്തിൽ അങ്ങനെ കിട്ടി, എന്തുകൊണ്ട് ഈ ഒരു തരത്തിലും ഒരു വഴക്ക് പോലും ഉണ്ടാക്കാത്ത അക്ബർ തനിക്ക് ആ ഒരു പേരിട്ടു എന്നൊക്കെയുള്ള ഒരു ഇന്റർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇരട്ടപ്പേര് പരിപാടിയെക്കുറിച്ചിട്ട് അനീഷിനോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അനീഷിനാണ് മുള്ളൻ പന്നി എന്നുള്ള ഒരു പേര് കിട്ടിയത്. അപ്പോൾ അത് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേന് അപ്പാനി അവിടെ ചാടി എഴുന്നേറ്റു. ലാലേട്ടൻ അവിടെ ഇരുത്തി, അത് കറക്റ്റായിട്ട് അവിടെ ഇരുത്തി. അത് നല്ലതായിരുന്നു. അല്ലെങ്കിൽ അപ്പാനി ഇത്തിരി ഓവറായിരുന്നു. ഇപ്പോൾ ഇത് അനുവദിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വീണ്ടും എവിടെയെങ്കിലും അപ്പാനി ഇടയ്ക്ക് കയറിയേനെ. അനീഷിനൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അപ്പാനി അപ്പോഴത്തേനും ഇടയ്ക്ക് കയറി ഇടപെടും. എന്താണ് ഈ അപ്പാനിക്ക് അനീഷിനോടുള്ള പ്രശ്നം എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള പേരുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ മൈക്കിൻ്റെ ആ ഒരു സ്ട്രാപ്പിൽ ഈ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സെർലാക്ക്, ഫെയ്ക്കൂട്ടൻ, പാവക്കുട്ടി എന്നൊക്കെയുള്ള നല്ല പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആദില നൂറയെ വിമർശിക്കുകയുണ്ടായി. അവർ അനീഷിനിട്ട് കൊടുത്ത പേര് പീസ് ഓഫ് ഷീറ്റ് അങ്ങനെ കണ്ടുള്ള ഒരു പേരാണ്. അപ്പോൾ അതൊക്കെ ഈ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് കൂടുതലായിട്ട് പറയുന്ന സിനിമകളിൽ എല്ലാവരും ഉപയോഗിക്കുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേനും അതൊക്കെ ചുമ്മാ വളരെ മോശമായിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സംഗതികളാണ്. അവിടെ പോലും ഈ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ജോണറിലുള്ള സിനിമകളിലല്ലാതെ ഒരു പൊതുസമൂഹത്തിലെ ഒരു ഫോർമൽ പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിലോ ഒന്നും ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ചുമ്മാ ഇതെടുത്തിട്ട് ഉപയോഗിച്ച് അതിനെക്കുറിച്ചിട്ടും ചോദ്യങ്ങളുണ്ടായി. പിന്നീട് ആളുകൾക്ക് ഒരു ഫൺ മൂഡിലുള്ള പേര് കൊടുക്കാനായിട്ടുള്ള അവസരം കൊടുത്തു. അതിൽ ഗിസേലിന് ഒനിൽ ശ്രീദേവി എന്ന് പറയുന്ന ഒരു പേരിട്ട് കൊടുത്തു. നവീൻ മേക്കപ്പ് കള്ളി എന്ന് പറയുന്ന പേരിട്ട് കൊടുത്തു. അനു ബാർബി ഡോൾ എന്ന് പറയുന്ന പേരിട്ട് കൊടുത്തു. രേണു ബ്യൂട്ടി പാർലർ എന്ന പേരിട്ട് കൊടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഫൺ എലമെൻറ്റ് ഉള്ള പേരുകളൊക്കെ ആയിരുന്നു വേണ്ടത് എന്ന് ലാലേട്ടൻ പറഞ്ഞു. ആക്ച്വലി ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈ രേണു സുധിയുടെ അഭിപ്രായമൊക്കെ ചോദിച്ചത്. ഇതിനുശേഷം മറ്റേ അനുമോളുടെ കമൻസ്, അക്ബറിൻ്റെ കമൻസ്, രേണു സുധി ആരെ റെപ്രസെൻറ്റ് ചെയ്തല്ല വന്നത്, സ്ത്രീകൾ, വിധവകൾ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചിട്ട് വെറുതെ ഒന്ന് ചോദിച്ചു പോയി. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് പറയാനായിട്ടില്ല. രഞ്ജിത്ത് പേരിടലിലെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. ശൈത്യ അതിനെ അഗനിസ്റ്റാണ്, ബിന്നി അഗനിസ്റ്റാണ്. അപ്പാനിയോട് ഇതിനോടൊപ്പം തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പാനിയുടെ ഭാഷ നന്നാവണം, എടാ പോടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആൾക്കാരെയും വിളിക്കരുത്. നമ്മൾ വീട്ടിലുള്ള ആൾക്കാരോ ഒക്കെ അങ്ങനെ വിളിക്കുന്നത് പോലെ, സ്നേഹമുള്ള ആൾക്കാരെ അങ്ങനെ വിളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അങ്ങനെ വിളിക്കുന്നത് പോലെ എല്ലാവരെയും കയറി അങ്ങനെ വിളിക്കരുത്. റെസ്പെക്റ്റ് കൊടുക്കണം, ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഒരു സെർച്ച് നാടകം അവിടെ നടക്കുകയാണ്.
പുറത്തു നിന്ന് കുറച്ച് ആളുകൾ കയറി വരുന്നു. അവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് ആളുകൾ വന്ന് അവിടെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യുകയാണ്. എന്നിട്ട് അവർ തിരികെ പോകുന്നു. അപ്പോഴാണ് രേണു സുധിയെ ലാലേട്ടൻ പൊക്കുന്നത്. രേണു സുധിയുടെ വീഡിയോ ഞാൻ ഫസ്റ്റ് വീക്കിൽ വിക്ഷൻ അല്ല ആ ഒരു എന്ത് പറയുന്നത് നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്, എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം, വെറുതെ ഓരോ അന്തക്കേടുകൾ, വെറുതെ ആത്മാവിനെ കുറ്റം പറയിപ്പിക്കാൻ വേണ്ടി ലാലേട്ടൻ പറഞ്ഞ് ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നേരിട്ട് തന്നാൽ മതി, കൊടുത്തോളാം എന്നുള്ളത്. ഇതിനുശേഷം ഈ മോഷണം, അവിടുത്തെ ഏറ്റവും മികച്ച മോഷ്ടാവായിട്ടുള്ള നെവിൻ്റെ മോഷണ വീഡിയോസൊക്കെ ഒന്ന് കാണിക്കുകയുണ്ടായി. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെവിൻ ആര്യൻ്റെ അടുത്ത് താൻ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന, തുറന്ന് സമ്മതിക്കുന്ന ഒരു രംഗമുണ്ട് ആദ്യമായിട്ട് പറയുന്നത്. അത് ഭയങ്കര രസമായിരുന്നു, അത് കാണിച്ചില്ല. ഇതിനുശേഷം ഓരോ ആളുകളുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് ബിഗ് ബോസ് വന്നിട്ട് എങ്ങനെയുണ്ട്, അത് നമ്മൾ അറിയേണ്ടതാണ്, പ്രേക്ഷകർ അറിയേണ്ടതാണ്. അതിൽ ഒനിൽ പറയുന്നു അൺപ്രഡിക്റ്റബിളാണ്, ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഓരോ ദിനവും ചലഞ്ചസ് ആണ്. അനീഷ് വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പി. അപ്പോഴും അഭിലാഷിനും അപ്പാനിക്കും ഒക്കെ അങ്ങോട്ട് സഹിക്കാൻ വരുന്നില്ല. അപ്പോൾ അഭിലാഷ് അതിൻ്റെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. എങ്ങനെ ഇയാൾക്ക് ഇത്ര സന്തോഷമാകാൻ വേണ്ടി പറ്റും, ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടാണോ ഇയാൾ സന്തോഷിക്കുന്നത്? ലാലേട്ടൻ കൈയോടെ അതിനും കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ നൽകുന്നുണ്ട്. കലാഭവൻ സരിക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ പവർ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, ഞാൻ ബിഗ് ബോസിൽ പോകുമെന്നൊക്കെ ആരോ കാണിച്ചു കൊടുക്കാനാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വീക്ക് കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ട്. ആദില ആൻഡ് നൂറ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പോലും, ഇപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് മനസ്സിലാവുന്നു. റെന പറയുന്നു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജിയൊക്കെ ഇവിടെ ഉണ്ട്, പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് എനർജി ഉണ്ട് എന്നൊക്കെ പറയുന്നു. ശാരിക ഓരോ മൊമെൻറ്റും അതികഠിനമാണ്, മറ്റേ ഹോട്ട് സീറ്റ് ശാരിക. പിന്നെ ആർജപ്പറമ്പിൽ ബിൻസി ഫൈറ്റ് ഇതിനകത്തുണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു ഫൈറ്റൊക്കെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. ബിൻസിയുടെ മോശം ഭാഷയെക്കുറിച്ചിട്ട് ചോദിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ആ സമയത്ത് ആലോചിച്ച കാര്യം. ആര്യൻ അമ്മയുടെയും ചപ്പാത്തിയുടെയൊക്കെ വില മനസ്സിലായി, ഇവിടെ വളരെ ലിമിറ്റഡ് ഫുഡാണ്, വീട്ടിൽ എത്ര വേണമെങ്കിലും കിട്ടുമായിരുന്നു. രേണു ഒറ്റയ്ക്ക് ഒരിടത്തും മാറി നിന്നിട്ടില്ല, ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. കഷ്ടപ്പെട്ട് ബിഗ് ബോസിലേക്ക് വന്നതാണ്, ജോലി ഇട്ടിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ലാലേട്ടൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, ഇപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, വന്നിട്ട് 3-ൻ്റെ അന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രേണു സുധിയൊക്കെ പുറത്ത് അത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും അകത്ത് വളരെ സേഫാണ് ഞാൻ നോക്കിയിട്ട്. ഈ നല്ല ഹെയ്റ്റ് പുറത്തുള്ള ഭയങ്കര പ്രശ്നത്തിൽ നിൽക്കുന്ന ആൾക്കാർ ബിഗ് ബോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളതിനേക്കാളും സമാധാനം ഉണ്ടാവും കുറച്ച് ദിവസങ്ങളിൽ. പക്ഷെ മനുഷ്യനല്ലേ, പുറത്ത് ഭയങ്കര സുഖമാണെന്ന് പെട്ടെന്ന് ഓർക്കും. നമ്മളിവിടെ കഷ്ടപ്പെട്ട് നശിച്ച് നാറാണക്കല്ല് പിടിച്ച് എന്തെങ്കിലും ഒരു വിസ കിട്ടി ഗൾഫിലേക്കൊക്കെ പോയി കഴിയുമ്പം അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമാകുമ്പോഴത്തേന് നമ്മൾ ഇവിടുത്തെ നാടിൻ്റെ പച്ചപ്പും ഹരിതാപയൊക്കെ ആലോചിക്കും. എന്നാൽ ഇവിടെ നല്ല ആട്ടും തുപ്പുവാണെന്നും, എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല എന്നുള്ളതും, നമ്മളിവിടെ അത്രത്തോളം അനുഭവിച്ചിട്ട് നമ്മളെ എല്ലാവരും കൂടെ ഓടിച്ചു വിട്ടാണെന്നുള്ളതൊക്കെ നമ്മളങ്ങ് മറന്നു പോകും. അപ്പോൾ അതേ സാഹചര്യമാണ് ബിഗ് ബോസിലേക്കൊക്കെ വരുമ്പോഴത്തേന് പല ആളുകൾക്കും. ശൈത്യ പല പ്രതിസന്ധികളുള്ള ഗുഹയിൽപ്പെട്ട അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് കഥ പറയുന്നുണ്ട്. ശൈത്യക്ക് എന്ത് പ്രതിസന്ധി? ശൈത്യ അങ്ങനെ പ്രതിസന്ധികളിലേക്ക് വരാനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ബിന്നിയൊക്കെ കാര്യമായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. 7ൻ്റെ പണി എക്സ്പെക്റ്റ് ചെയ്തു, 1 വീക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ബിന്നി വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിപ്പോയ ഒരു വ്യക്തിയാണ്. തട്ടിമുട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല, നല്ല നൈസായിട്ട് പോയൊരു വ്യക്തിയാണ്. ഷാനവാസ് 7ൻ്റെ പണി ഇത്ര പ്രതീക്ഷിച്ചില്ല. ഷാനവാസ് ഒരു 3-4 ഒക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഇത് 7ൻ്റെ പണി 70ൻ്റെ എഫക്റ്റിലാണ് പുള്ളിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ഗിസയിൽ ആളുകളെ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഒക്കെ പറ്റി, ചായ കിട്ടിയില്ല. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിലേക്ക് ഒരു പശുവിനെ കൊണ്ടുവരാം, കറന്ന് കുടിച്ചോളൂ എന്നുള്ളത് ലാലേട്ടൻ്റെ ഒരു തമാശകൾ. രേണു സുധി പിന്നീട് പ്രേക്ഷകരോട് സോറി പറയുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. യത്തൊക്കെ ഇടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അകത്ത് കണ്ടന്റ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടുള്ള ആളെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടന്റ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചേട്ടായിമാർ, മറ്റേ നമ്മുടെയൊക്കെ ചേട്ടായിമാർ ഉണ്ടല്ലോ, ഈ മറ്റേ സദാചാര ചേട്ടായിമാർ, അവർ അയ്യോ സുചേൻ്റെ ആത്മാവിന് കിടക്കപ്പുറതിയില്ലേ എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപ്ലോഡ് ചെയ്തോളൂ. അങ്ങനെ രേണു സുധീനെ ഇങ്ങനെ ലൈവിൽ നിർത്തും. ബിഗ് ബോസിൻ്റെ നെയിമിൽ നമ്മൾ രേണു സുധി എന്നുള്ള ടാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടാറുണ്ട് എന്നുള്ളത് എനിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ രേണു സുധി ഇടാത്തതുകൊണ്ട് എനിക്ക് വ്യൂസ് കിട്ടിയില്ല. യൂട്യൂബ് മാനേജ് ചെയ്യുന്നത് കസിനാണ് എന്നുള്ളതാണ്
രേണുസുതി പറഞ്ഞത്. അങ്ങനെ ഒരു കസിൻ സാങ്കല്പിക കസിനാണോ, രേണുസുതി തന്നെ ഇതെല്ലാം കൂടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് സ്കെഡ്യൂൾ ചെയ്ത് വന്നതാണോ എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എടാ കസിനെ കാണിച്ചാൽ കസിനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നാളെ ഒരു എവിക്ഷൻ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. പോട്ടെ, ആളുകൾ പറയുമ്പോഴത്തേന് റിവ്യൂ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഓരോ ആളുകളുടെ പേരൊക്കെ പറയണ്ടേ, അവിടെ അവർ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകളുടെയും പേര്, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.